ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിന്യോ PSC. ഇന്ന് നമ്മൾ കണ്ടിന്യൂവേഷൻ ടോപ്പിക്കല്ല, പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ടോപ്പിക് എടുത്ത വീഡിയോയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലോട്ട് പോകാം. കേരളത്തിലെ മൊത്തം കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിൽ നിലവിൽ 6 കോർപ്പറേഷനുകളാണുള്ളത്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷനാണ് കണ്ണൂർ. 2015 കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. കോർപ്പറേഷൻ്റെ ഭരണാധികാരിയെ മേയർ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരത്താണ്. ജനസാന്ദ്രത കൂടിയതും ജനസംഖ്യ കൂടിയതുമായ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഏറ്റവും ചെറിയ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കേരളത്തിലെ കോർപ്പറേഷനുകൾ: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ചെയർമാൻ. കേരളത്തിൽ നിലവിൽ 87 നഗരസഭകളാണുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കുറവ് നഗരസഭകളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണ സംവിധാനമുള്ളത് തൃശ്ശൂർ നഗരസഭയ്ക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറം നഗരസഭയാണ്. കേരളത്തിൽ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ പ്രഥമ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിൽ നിന്ന് തദ്ദേശ ടൂറിസം വികസനത്തിലേക്കായി UNDP തിരഞ്ഞെടുത്ത പഞ്ചായത്തുകളാണ് കുമ്പളങ്ങിയും ആറന്മുളയും. കേരളത്തിലെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ പോത്തുങ്കൽ. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം. കേരള സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്, കാസർഗോഡ്. കേരള സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്, കാസർഗോഡ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്താണ് ചെറിയനാട്, ആലപ്പുഴ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്താണ് ചെറിയനാട്, ആലപ്പുഴ. കിലയുടെ ആസ്ഥാനം എവിടെ? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവിലാണ് കിലയുടെ ആസ്ഥാനം. കിലയുടെ പൂർണ്ണ രൂപമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആരംഭിച്ച സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് സകർമ്മ. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആരംഭിച്ച സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് സകർമ്മ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടം, മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം. ഒന്നുകൂടി പറയാം: കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടം, മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശ്ശൂർ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കാരാമ്പുഴ, കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴുതക്കാട്, തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് ട്രെയിനിങ് അക്കാദമി അരിപ്പ, തിരുവനന്തപുരം. ഓക്കെ, നമ്മുടെ പുതിയ ടോപ്പിക്കാണ് കേരള ചരിത്രം 1947 1956. കേരള ഹിസ്റ്ററിയാണ്. സ്പാൻ ഇതാണ് 1947 1956. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC അധ്യക്ഷനായിരുന്നു K. കേളപ്പൻ.
KPCC അധ്യക്ഷൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC അധ്യക്ഷനായിരുന്നു K. കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ, കൊച്ചി രാജാവ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ, KPCC പ്രസിഡന്റ് K. കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ, കൊച്ചി രാജാവ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ, KPCC പ്രസിഡന്റ് K. കേളപ്പൻ. 1946 ഐക്യ കേരളത്തിനു വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ. 1946 ഐക്യ കേരളത്തിനു വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ KP കേശവമേനോൻ. 1921 ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിലാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അധ്യക്ഷൻ T. പ്രകാശൻ. 1921 ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിലാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അധ്യക്ഷൻ T. പ്രകാശൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് T. പ്രകാശത്തെയാണ്. 1923 മെയ് മാസം കോഴിക്കോട് വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. 1923 മെയ് മാസം കോഴിക്കോട് വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. 1947 സമ്മേളനത്തിൽ ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി E. മൊയ്തു മൗലവി. 1947 സമ്മേളനത്തിൽ ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി E. മൊയ്തു മൗലവി. ഐക്യ കേരളം എന്ന ആശയം കൂടുതൽ ശക്തിയാർജിച്ചത് 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഐക്യ കേരളം എന്ന ആശയം കൂടുതൽ ശക്തിയാർജിച്ചത് 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1947 ഏപ്രിൽ മാസം തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ K. കേളപ്പനായിരുന്നു. 1947 ഏപ്രിൽ മാസം തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ K. കേളപ്പനായിരുന്നു. കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷിത്ത് തമ്പുരാൻ ഈ സമ്മേളനത്തിൽ നേരിട്ട് സന്നിഹിതനായി ഐക്യ കേരളം എന്ന ആശയത്തെ അനുകൂലിച്ചു. കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷിത്ത് തമ്പുരാൻ ഈ സമ്മേളനത്തിൽ നേരിട്ട് സന്നിഹിതനായി ഐക്യ കേരളം എന്ന ആശയത്തെ അനുകൂലിച്ചു. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1949. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1949. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1949. 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടന്നത്. 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടന്നത്. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ രാജ് പ്രമുഖ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ രാജ് പ്രമുഖ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. തിരുകൊച്ചി സംയോജന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുകൊച്ചി സംയോജന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. തിരുകൊച്ചി സംയോജന സമയത്തെ കൊച്ചി രാജാവാണ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. തിരുകൊച്ചി സംയോജന സമയത്തെ കൊച്ചി രാജാവാണ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ. തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ പറവൂർ T.K. നാരായണപിള്ള, A.J. ജോൺ, പട്ടം A. താണുപിള്ള, C. കേശവൻ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഒന്നുകൂടെ പറയാം. തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ പറവൂർ T.K. നാരായണപിള്ള, A.K. ജോൺ, പട്ടം A. താണുപിള്ള, C. കേശവൻ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് പറവൂർ T.K. നാരായണപിള്ളയുടെ നേതൃത്വത്തിലാണ്. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് പറവൂർ T.K. നാരായണപിള്ളയുടെ നേതൃത്വത്തിലാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാന മുഖ്യമന്ത്രി. പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാന മുഖ്യമന്ത്രി. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ആര്?
ടി കെ നാരായണപിള്ള. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ആര്? ടി കെ നാരായണപിള്ള. തിരുവിതാംകൂറിൻ്റെ അവസാന പ്രധാനമന്ത്രിയും തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയുമാണ് പറവൂർ ടി കെ നാരായണപിള്ള. തിരുവിതാംകൂറിൻ്റെ അവസാന പ്രധാനമന്ത്രിയും തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയുമാണ് പറവൂർ ടി കെ നാരായണപിള്ള. 1951-52 കാലഘട്ടത്തിലാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. 1951-52 കാലഘട്ടത്തിലാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഐക്യകേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. ഐക്യകേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. ഭാഷാടിസ്ഥാനത്തിൽ ഐക്യകേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപീകൃതമായി. ഭാഷാടിസ്ഥാനത്തിൽ ഐക്യകേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപീകൃതമായി. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള രൂപീകരണ സമയത്തെ ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് 1921 രൂപീകരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആര്? ചെറ്റൂർ ശങ്കരൻ നായർ. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് 1921 രൂപീകരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആര്? ചെറ്റൂർ ശങ്കരൻ നായർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് ആരുടെ അധ്യക്ഷതയിലാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് ആരുടെ അധ്യക്ഷതയിലാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ഇത്രയും നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ, കൊച്ചി രാജാവ് രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ, KPCC പ്രസിഡന്റ് കെ കേളപ്പൻ. 1946 ഐക്യകേരളത്തിനു വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ KP കേശവമേനോൻ. 1921 ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിനാണ് ഐക്യകേരള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അധ്യക്ഷൻ T പ്രകാശൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് T പ്രകാശത്തെയാണ്. 1923 മെയ് മാസം കോഴിക്കോട് വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. 1947 സമ്മേളനത്തിൽ ഐക്യകേരള പ്രമേയം അവതരിപ്പിച്ച വ്യക്തി E മൊയ്തു മൗലവി. ഐക്യകേരളം എന്ന ആശയം കൂടുതൽ ശക്തിയാർജിച്ചത് 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1947 ഏപ്രിൽ മാസം തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷിത് തമ്പുരാൻ ഈ സമ്മേളനത്തിൽ നേരിട്ട് സന്നിഹിതനായി ഐക്യകേരളം എന്ന ആശയത്തെ അനുകൂലിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1949. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ രാജ് പ്രമുഖ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. തിരുക്കൊച്ചി സംയോജന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. തിരുക്കൊച്ചി സംയോജന സമയത്തെ കൊച്ചി രാജാവാണ് രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ: പറവൂർ ടി കെ നാരായണപിള്ള, AJ ജോൺ, പട്ടമേ താണുപിള്ള, C കേശവൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് പറവൂർ ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിലാണ്. പനമ്പള്ളി ഗോവിന്ദമേനോനാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാന മുഖ്യമന്ത്രി. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ആര്? ടി കെ നാരായണപിള്ള. തിരുവിതാംകൂറിൻ്റെ അവസാന പ്രധാനമന്ത്രിയും തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയുമാണ് പറവൂർ ടി കെ നാരായണപിള്ള. 1951-52 കാലഘട്ടത്തിലാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഐക്യകേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1. ഭാഷാടിസ്ഥാനത്തിൽ ഐക്യകേരള സംസ്ഥാനം 1956 നവംബർ 1
രൂപീകൃതമായി. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് 1921 രൂപീകരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിച്ചത് ആരുടെ അധ്യക്ഷതയിലാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ടോപ്പിക്ക് ഇന്നിവിടെ തീർന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.